നരേന്ദ്രമോദിയുടെയും ക്യാബിനറ്റിന്റെയും ഭാവി തുലാസിലാക്കിക്കൊണ്ട് സ്പീക്കർ ഓം ബിർളയെ വരെ ശക്തമായി മുൾമുനയിൽ നിർത്തുന്ന നാടകീയ രംഗങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷം ഏറ്റവും ശക്തരാണ് എന്നുള്ളതും ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയിലേക്ക് എൻഡിഎയിലെ എംപിമാർ ഒഴുകിയെത്തുന്ന സാഹചര്യം വിദൂരമല്ല എന്നും ബിജെപിയെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ലോക്സഭാ സ്പീക്കർക്കെതിരെ പോലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ കഴിയും. ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പുണ്ടായാൽ ഈ രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാകുമെന്നതും അത് എല്ലാ തരത്തിലും എൻഡിഎയുടെ ശിഥിലീകരണത്തിന് കാരണമാകുമെന്നതും അമിത്ഷായെയും നരേന്ദ്രമോദിയെയും ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. മോദിക്ക് സുസ്ഥിര ഭരണം എന്നൊക്കെ പറഞ്ഞ് അടുത്ത 5 കൊല്ലം തേയ്ക്കാൻ കഴിയില്ല. മൂന്നാമത്തെ മന്ത്രിസഭയിലെ ഈ രണ്ടാമത്തെ കൊല്ലം തേയ്ക്കുന്നതിന് മുമ്പ് തന്നെ പടിയിറക്കത്തിന് സാധ്യതയുണ്ട്. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം അതിലേക്ക് വിരൽ വയ്ക്കുന്നതാണ്. രാജ്യസഭാ സീറ്റ് തികയ്ക്കാൻ ബംഗാളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ഒന്നും കഴിയില്ല. ആകെ അവർ പ്രതീക്ഷ അർപ്പിച്ച് ഇപ്പോഴും നിൽക്കുന്നത് വർഗീയത കൈമുതലാക്കി മുന്നോട്ടു പോകുന്ന ഹിമന്ത ബിശ്വ ശർമ്മ നേതൃത്വം കൊടുക്കുന്ന അസാമിൽ ഒരു പയറ്റുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ സ്ഥിതിവിവരങ്ങൾ കണക്കാക്കുമ്പോൾ അതും അപ്രായോഗികമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2026 നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവി, അതായത് തുടർച്ചയായ 12ാമത്തെ കൊല്ലം പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാവിയെ എല്ലാ തരത്തിലും തകിടം മറിക്കാൻ പോകുന്ന സാഹചര്യമായിരിക്കും. 75 വയസ്സ് കഴിയുമ്പോൾ തനിയെ സ്ഥാനത്ത് നിന്നും മാറിക്കൊടുക്കേണ്ടതാണ്. അതായിരുന്നു മോദി സ്വയം കൽപ്പിച്ച അലിഖിത നിയമം. മോദിക്ക് അതൊന്നും എന്നാൽ ബാധകമല്ല. മുൻപുണ്ടായിരുന്ന മുരളി മനോഹർ ജോഷിക്കോ LK അദ്വാനിക്കോ ഒന്നും 75 കഴിഞ്ഞാൽ ക്യാബിനറ്റിലോ അതല്ലെങ്കിൽ സുപ്രധാന പോസ്റ്റുകളിലോ സ്ഥാനമില്ല. അതേസമയം അത് കാറ്റിൽ പറത്തിക്കൊണ്ട് മോദിക്കും അമിത്ഷായ്ക്കുമൊന്നും അത് ബാധകമല്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ അതിനെ പൊളിച്ചെഴുതുന്ന രീതിയിലേക്ക് BJPയുടെ എംപിമാർ തന്നെ പല കോണുകളിലേക്ക് തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഗഡ്കരിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നൽകണമെന്ന വലിയ രീതിയിലുള്ള BJP നേതാക്കളുടെ ആവശ്യവും അതിശക്തമായി മോദിക്കെതിരെ മാറുകയാണ്. മോദി എന്തൊക്കെയാണോ 2014 പറഞ്ഞു വെച്ചത് അതൊന്നും സാധ്യമാക്കാതിരിക്കുമ്പോൾ അതെല്ലാം തിരിഞ്ഞുകുത്തുകയാണ്.